നമസ്കാരം. 2020 ഒക്ടോബറിലാണ് മഹീന്ദ്ര രണ്ടാം തലമുറ ഥാർ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചത്. ഇതിനുശേഷം ലൈഫ് സ്റ്റൈൽ SUV വിഭാഗത്തെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഥാർ. ഇക്കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഥാറിന്റെ 5 ഡോർ പതിപ്പായ ഥാർ റോക്സ് കമ്പനി പുറത്തിറക്കിയത്. റോക്സും 3 ഡോർ ഥാറും ഒരുമിച്ച് വിൽക്കുകയാണ് കമ്പനി ഇപ്പോൾ. കൂടുതൽ ഫാമിലി ഫ്രണ്ട്ലി മോഡൽ ആയതിനാൽ തന്നെ റോക്സിന്റെ വരവ് ചെറിയ രീതിയിൽ ഥാർ 3 ഡോറിനെ ബാധിക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കാനാകില്ല. എന്നാൽ ഇതിനിടയിൽ ഥാർ ഇന്ത്യൻ വിപണിയിൽ വലിയൊരു വിൽപ്പന നാഴികക്കല്ലും പിന്നിട്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് വിശദമായി പറയാൻ പോകുന്നത്. സൊസൈറ്റി ഓഫ് ഇന്ത്യ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സ് പുറത്തുവിട്ട ഡേറ്റ പ്രകാരം മഹീന്ദ്ര ഥാർ 2024 ഒക്ടോബറിൽ 2 ലക്ഷം യൂണിറ്റ് വിൽപ്പന നാഴികക്കല്ല് താണ്ടിയിരിക്കുകയാണ്. കണക്കുകൾ പ്രകാരം ഒക്ടോബർ അവസാനത്തോടെ ഥാറിന്റെ വിൽപ്പന 2,07,110 യൂണിറ്റ് കടന്നിരിക്കുകയാണ്. വിപണിയിലെത്തി 4 വർഷത്തിനുള്ളിലാണ് ഈ ഒരു ചരിത്ര നേട്ടത്തിൽ എത്തിയിരിക്കുന്നത് മഹീന്ദ്ര. ഈ വർഷം ഓഗസ്റ്റിൽ പുറത്തിറങ്ങിയ ഥാർ റോക്സിന്റെ വരവ് തന്നെയാണ് വിൽപ്പനയിൽ കൂടുതൽ കരുത്ത് പകർന്നിരിക്കുന്നത്. വെറും 60 മിനിറ്റിനുള്ളിൽ 1,76,000 യൂണിറ്റ് ഥാർ റോക്സ് ആണ് അഡ്വാൻസ് ബുക്കിംഗ് ആയിട്ട് പോയത്. ദസറ ആഘോഷങ്ങളോട് അനുബന്ധിച്ച ഒക്ടോബർ 12 ഥാർ റോക്സിന്റെ ഉപഭോക്തൃ ഡെലിവറികൾ ആരംഭിച്ചു. ഉത്സവ സീസണായ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ കമ്പനി ഷോറൂമുകളിൽ ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ട് എന്ന് ഉറപ്പാക്കിയിരുന്നു. ഈ മാസങ്ങളിൽ കമ്പനി കൂടുതൽ യൂണിറ്റുകൾ ഷോറൂമിലേക്ക് അയക്കുകയും ചെയ്തു. സെപ്റ്റംബറിൽ മഹീന്ദ്ര ഥാറിന്റെ 8,843 യൂണിറ്റ് ആയിരുന്നു ഡീലർമാർക്കായി ഡിസ്പാച്ച് ചെയ്തത്. ഇതിൽ 3,911 ഥാർ 3 ഡോറും 4,932 റോക്സും ഉൾപ്പെടുന്നുണ്ട്. 2024 ഏപ്രിലിൽ സ്ഥാപിച്ച 6,160 യൂണിറ്റുകളുടെ മുൻ റെക്കോർഡ് ഇതിലൂടെ കമ്പനി മറികടക്കുകയും ചെയ്തു. ഥാറിന്റെ ഏറ്റവും ഉയർന്ന പ്രതിമാസ ഡിസ്പാച്ചാണ് ഇത്. ഥാറിന്റെ ഡിമാൻഡ് മഹീന്ദ്രയുടെ മൊത്തത്തിലുള്ള വിൽപ്പനയ്ക്കും ഗുണകരമായി മാറുകയായിരുന്നു. കഴിഞ്ഞ 2 മാസം ടാറ്റ മോട്ടോഴ്സിനെ മറികടന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ 3ാമത്തെ കാർ നിർമ്മാതാക്കളാകാൻ സാധിച്ചു. 2024 സെപ്റ്റംബറിൽ ആദ്യമായി മഹീന്ദ്ര 50,000 യൂണിറ്റ് പ്രതിമാസ വിൽപ്പന നാഴികക്കല്ല് താണ്ടുകയും ചെയ്തു. 51,062 യൂണിറ്റ് ആയിരുന്നു സെപ്റ്റംബറിലെ വിൽപ്പന. 2024 ഒക്ടോബറിൽ വിൽപ്പന 54,504 യൂണിറ്റ് ആക്കി ഉയർത്തി. ഥാർ റോക്സിനുള്ള വമ്പൻ ഡിമാൻഡ് കാരണം കാത്തിരിപ്പ് കാലയളവും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യം ഒഴിവാക്കാനായി ഥാറിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ പോവുകയാണ് മഹീന്ദ്ര ഇപ്പോൾ. നിലവിൽ പ്രതിമാസം 6,500 യൂണിറ്റാണ് ഥാറിന്റെ ഉൽപ്പാദനം. ഇത് പ്രതിമാസം 9,500 യൂണിറ്റായി മാറ്റാനാണ് പദ്ധതി. കുറ്റമറ്റ ഓഫ് റോഡ് ശേഷി, ആധുനിക ഇന്റീരിയർ, അതുപോലെ തന്നെ നിരവധി ഫീച്ചറുകൾ, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓപ്ഷനുകൾ എന്നിവയുടെ ബലത്തിലാണ് രണ്ടാം തലമുറ ഥാർ ഇന്ത്യൻ വിപണിയിലെ വൻ വിജയകരമായി മാറിയത്. അകത്തളത്തിൽ, അതായത് ഇന്റീരിയറിൽ ഇടം കുറവാണെന്ന പ്രായോഗിക പ്രശ്നം മാത്രമായിരുന്നു ഈ മോഡലിനെ കുറിച്ച് പലരും കുറ്റം പറയാൻ ഉണ്ടായിരുന്നത്. ആ കുറവ് കൂടി നികത്തിയാണ് ഥാർ റോക്സ് വന്നിരിക്കുന്നത്. ഥാർ റോക്സ് കഴിഞ്ഞ ആഴ്ച ഭാരത് NCAP ക്രാഷ് ടെസ്റ്റിൽ 5 സ്റ്റാർ റേറ്റിംഗും നേടിയിരിക്കുകയാണ്. മുതിർന്നവരുടെ സംരക്ഷണത്തിന് 32-ൽ 31.09 പോയിന്റും കുട്ടികളുടെ സേഫ്റ്റിക്ക് 49-ൽ 45 പോയിന്റും സ്കോർ ചെയ്താണ് മഹീന്ദ്ര ഥാർ റോക്സ് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് നേടിയെടുത്തിരിക്കുന്നത്. ഭാരത് NCAPയിൽ ഥാർ റോക്സിന്റെ AX5L MX3 വേരിയന്റുകളാണ് പരീക്ഷിക്കപ്പെട്ടത്. ക്രാഷ് ടെസ്റ്റിലെ 5 സ്റ്റാർ നേട്ടം കാറിന്റെ മാർക്കറ്റിംഗിൽ മഹീന്ദ്രയ്ക്ക് നന്നേ ഗുണം ചെയ്യുമെന്ന ഉറപ്പായ കാര്യമാണ്. 4x2, 4x4 എന്നിങ്ങനെ 2 വ്യത്യസ്ത ഡ്രൈവ് ഓപ്ഷനിൽ വരുന്ന റോക്സിന് 12,99,000 രൂപ മുതൽ 22,49,000 രൂപ വരെയാണ് എക്സ് ഷോറൂം വിലയായിട്ട് വരുന്നത്. ഥാർ 3 ഡോർ പതിപ്പിന്റെ വില ആരംഭിക്കുന്നതാകട്ടെ 11,35,000 രൂപ മുതലാണ്. ടോപ്പ് എൻഡ് വേരിയന്റിന്റെ വില വരുന്നത് 17,60,000 രൂപയുമാണ്. ഇതും എക്സ് ഷോറൂം വിലകളാണ്. മാരുതി സുസുക്കി ജിംനി, ഫോഴ്സ് ഗൂർഖ പോലുള്ള വമ്പന്മാരുമായിട്ടാണ് ഥാർ മത്സരിക്കുന്നത്. എന്തായാലും ഥാറിന്റെ വിൽപ്പന വലിയ രീതിയിൽ മാരുതിയെ ബാധിച്ചു എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരുപാട് പ്രതീക്ഷയോടെയാണ് മാരുതി അവരുടെ ജിംനി ഇറക്കിയത്. എന്നാൽ വലുപ്പത്തിന്റെ കാര്യത്തിലായാലും ഥാറിനോട് കമ്പയർ ചെയ്യുമ്പോൾ ഫീച്ചറുകളുടെ കുറവ് കാരണമുള്ളത് കൊണ്ടും വേണ്ടത്ര ക്ലിക്കാകാൻ ജിംനിക്ക് സാധിച്ചിട്ടില്ല. മാരുതി ഇറക്കിയതിലെ ഏറ്റവും ഡിസാസ്റ്ററായ വാഹനമായി ജിംനി മാറുന്നു എന്നൊരു ചർച്ചകളും ഇതിനിടയിൽ വന്നിരുന്നു. എന്തായാലും കച്ചവടം തിരിച്ചു പിടിക്കാൻ വലിയ ഓഫറുകളൊക്കെ ഇട്ടാണ് ഇപ്പോൾ ജിംനി വിൽപ്പനയ്ക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ധാരണോളം ഇല്ലെങ്കിലും മോശമല്ലാത്ത കച്ചവടത്തിലേക്ക് തിരിച്ച് പതിയെ കയറുകയാണ് മാരുതി ജിംനി. ഇപ്പോൾ ഓഫ് റോഡർ വിപണിയാണ് പൊതുവെ ആളുകൾക്ക് ട്രെൻഡായിട്ടുള്ളത്, ഇഷ്ടമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഥാർ ഒരുപാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു എതിരാളി ആകാതെ തന്നെ പതിയെ അവരുടെ കച്ചവടം വിളിച്ച മാരുതി ജിംനിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.